ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു പനീർ കൊണ്ട് പനീറും ഗ്രീൻ പീസും കൊണ്ട് ഇത് ഫ്രോസണാണ്, 100 ഗ്രാം ഉണ്ട്. ഇത് 250 ഗ്രാം പനീറും ഉണ്ട്. ഒരു പനീർ ഗ്രീൻ പീസും കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കുവേ. അതിനു വേണ്ടി ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കാം. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 3 ഇടത്തരം സവാള, വലിയ സവാളയല്ല, ഇതിനകത്തോട്ട് 2 പിരിയമുളക്. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നോട്ടെ, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഈ വഴന്ന സവാളയിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കേ. നമ്മുടെ ഈ വഴന്ന സവാളയും തക്കാളിയും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഒരു പാത്രം ഇങ്ങോട്ട് വെച്ചിട്ട് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് കുഞ്ഞു കഷ്ണം പട്ട ഇട്ട് കൊടുത്ത്, 3 കഷ്ണം ചെറിയ, ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുത്ത്, ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് നമുക്ക് തീ ഒന്ന് കുറയ്ക്കേ. ഈ എടുത്ത് വെച്ചേക്കുന്ന പനീറില്ലേ അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കേ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. തീ ഒരു ശകലവും കൂടെ മീഡിയത്തിലാക്കേ. ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഇത്
ഞാൻ ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ടേക്ക് അതിങ്ങനെ ഇടന്നൊന്നും വേവട്ടെ. കാര്യം ഫ്രോസണാണ് ഗ്രീൻ പീസ്, വേവധികമില്ല. നമ്മുടെ ഈ കൂട്ട് തണുത്ത് വന്നിട്ടുണ്ടേ. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കേ. നമ്മുടെ ഈ പനീറും ഗ്രീൻ പീസും ചെറിയ തീയിലിട്ടേക്കാണ്, അത് അവിടെ കിടന്ന് വേവട്ടെ. ഇത് ഞാനൊന്ന് നല്ല തണുത്തേ, ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടിട്ടേ. നമ്മുടെ ഈ പനീറൊക്കെ റെഡിയായേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേ. ഇനി ഇതിലോട്ട് ഈ പേസ്റ്റ് ആയിക്കൊണ്ട് വെക്കുന്ന ഉള്ളിയും തക്കാളിയില്ലേ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ്. ഇനി ഇതിനകത്തോട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വേണം. ഇത് മതിയേ. ഞാൻ അത് കുറച്ചുപ്പല്ലേ ഇട്ടിട്ട് കൊടുത്തുള്ളൂ, ബാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. മതി. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ മീഡിയത്തിൽ വെക്കേ. നമ്മുടെ കറി നല്ല തിളച്ച് ഇതിനകത്ത് ഒരു 1.25 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. കറി തിളച്ചതേ ഉള്ളേ. ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഇങ്ങനെ കറി നോക്കിയാലോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ്, 1-2 മിനിറ്റ് കിടക്കട്ടെ. നമ്മൾ കറി നോക്കേ. നല്ല മണം വരുന്നുണ്ടേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലോട്ട്
ഒരു വലിയ 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കേ. അതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഇതൊന്ന് ഇങ്ങനെ അടച്ചു വെക്കട്ടെ, അടച്ചിരിക്കട്ടെ. അത് കഴിഞ്ഞെടുക്കാം. നമ്മുടെ പനീർ മസാല നോക്കേ. ഇത് ഞാൻ ഒന്ന് ഇളക്കിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പനീർ മസാലയാണ്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാല, ഈസി ആയിട്ടുള്ള അടിപൊളി പനീർ മസാലയാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇത് ഫ്രൈഡ് റൈസിനായാലും ജീര റൈസിനായാലും നമ്മുടെ ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശക്കായാലും നമുക്ക് എന്തിൻ്റെ ഇഷ്ടമുണ്ടോ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കേ. അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം